ഹലോ. അപ്പോൾ പുതിയ കുറച്ച് ഡിസൈനൊക്കെ ഒന്ന് കണ്ടാലോ? ഇപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനായിരുന്നു. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വിട്ട് തന്ന ഡിസൈനായിരുന്നു കേട്ടോ. അപ്പോൾ ന്യൂസിലൊന്നും ഇല്ലാതാണ് നമുക്ക് ലീഫൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലാവൻഡർ കളറിൽ നമ്മളൊന്ന് ഫ്ലവർ കൊടുത്തു, പർപ്പിൾ കളർ ഒരു ബട്ടർഫ്ലൈ കൊടുത്തു, സൈഡൊക്കെ ന്യൂസിലൊന്നും ഇല്ലാതൊരു സിമ്പിൾ ഡിസൈനാണ് കൊടുത്തത് കേട്ടോ. അപ്പം ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതായിരുന്നു. അപ്പോൾ ടേസ്റ്റ് വൈസ് ആണെങ്കിലും നല്ല അഭിപ്രായം കൂടിയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 1.5 kg സ്ക്വയർ കേക്കിൻ്റെ ഓർഡറായിരുന്നു, 2 ടയർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അടിയിലത്തെ ലെയർ എന്ന് പറഞ്ഞാൽ ചോക്കോനട്ടും മുകളിൽ മിൽക്കി നട്ടുമായിരുന്നു. അപ്പോൾ രണ്ടും നട്ട്സ് വെച്ചിട്ടുള്ളതായിരുന്നു. അടിയിലത്തെ ലെയർ എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ അകത്ത് നമ്മൾ ഗനാഷും അതുപോലെ മിൽക്ക് മെയ്ഡും ചോക്ലേറ്റും നട്ട്സും ഒക്കെ ആയിരുന്നു ഫില്ലിങ്സ് കൊടുത്തിരിക്കുന്നത്. മുകളിലെന്ന് പറഞ്ഞാൽ വൈറ്റ് ഫോറസ്റ്റ് പോലെ തന്നെ നമ്മൾ മിൽക്ക് പൗഡറൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്പഞ്ചൊക്കെ ഒന്ന് ചെയ്തെടുത്തിരിക്കുന്നത്. മിൽക്ക് കൊണ്ട് തന്നെ നമ്മൾ വെറ്റ് ചെയ്തെടുത്തു. ഗനാഷും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചോക്ലേറ്റ് ഡ്രിപ്പൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കിറ്റ്കാറ്റിൻ്റെ പീസും പിന്നെ അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയും കൂടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊന്ന് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ബ്ലാക്കും സ്ട്രോബെറി വരുമ്പോൾ നല്ല ലുക്ക് വൈസ് ആണെങ്കിലും നല്ലതായിരുന്നു, ടേസ്റ്റ് വൈസും നല്ല അഭിപ്രായമായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്നത് ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഓർഡർ ആയിരുന്നു കേട്ടോ. റോയൽ ബട്ടർ സ്കോച്ച് ആയിരുന്നു. അപ്പോൾ നമ്മൾ റിച്ചായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇപ്പം ബട്ടർ സ്കോച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അന്ന് തന്നെ നമുക്ക് രാവിലെ വന്ന ഓർഡർ ആയിരുന്നു, ഉച്ചയ്ക്കായിരുന്നു നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വൈഫിന് ഹസ്ബൻഡ് കൊടുക്കുന്ന ഒരു കേക്കാണ് കേട്ടോ, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. മിൽക്ക് മെയ്ഡൊക്കെ വെച്ചിട്ടാണ് ഫില്ലിങ്സും അതുപോലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ എൻ്റെ കയ്യിൽ ചെയ്തെടുത്ത കുറച്ച് ടോപ്പറും പിന്നെ അതുപോലെ ഹാർട്ട് ഷേപ്പിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയിമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. ഇതായിരുന്നു ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, സൂപ്പറായിട്ടില്ലേ? അപ്പോൾ പിന്നീട് വന്നിട്ടുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ 1.5 kg ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഓർഡർ ആയിരുന്നു. അപ്പം ഇത് സെക്കൻഡ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ പക്ഷെ അകത്ത് ഞാൻ ഫില്ലിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ് പിന്നെ നമ്മുടെ മാംഗോയുടെ കുറച്ച് പൾപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ടേസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടി. പിന്നീട് നമുക്ക് കുറച്ച് ബട്ടർഫ്ലൈ ഒക്കെ ഉള്ളതൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തു. ഇതുപോലെ ഒന്ന് വേവ് ഷേപ്പിലാണ് നമ്മൾ ഡിസൈനൊക്കെ ഒന്ന് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു.